ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റുപറച്ചിലിന്റെ മറ്റൊരു രംഗത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബിനോയ് അച്ഛന് വെളിപ്പെടുത്തിയത് നമുക്കിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, സൂസന്ന തൻ്റെ അവസ്ഥ വിവരിച്ച് പറഞ്ഞു, കായേൻ തൻ്റെ അവസ്ഥ വിവരിച്ച് പറഞ്ഞു, ഇപ്പോൾ തോബിത്തും തൻ്റെ അവസ്ഥ വിവരിച്ച് പറഞ്ഞു. പെട്ടെന്ന് ദൈവസന്നിധിയിൽ ഉത്തരവുണ്ടായി. ഹല്ലേലൂയ. അതാണ് 119 സങ്കീർത്തനം 26 തിരുവചനം. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. ഹല്ലേലൂയ. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ, എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങ് എനിക്ക് ഉത്തരമരുളി. സങ്കീർത്തനം 119 26. അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്കാണ്ട് കൊടുത്തിട്ട് ഇപ്പൊ വചനം എന്ന് പറയാം. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. സങ്കീർത്തനം 119 26. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ പുസ്തകത്തില് 2 രാജാക്കന്മാർ അതിന്റെ 20 അധ്യായത്തിൽ തിരുവചനത്തിൽ ഒരു സംഭവം രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്. ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ്, ആ രാജാവിന്റെ അടുത്ത് ദൈവത്തിന്റെ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, നീ ഉടനെ മരിക്കും. പ്രൈസ് ദി ലോർഡ്. 2 രാജാക്കന്മാർ 20 നിന്റെ വീട്ടുകാര്യങ്ങൾ വേഗം ക്രമീകരിച്ചു കൊള്ളുക, നീ ഉടനെ മരിക്കും. ഉടനെ ഹെസക്കിയ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാവോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ദൈവത്തിന്റെ ദൂതൻ വന്ന് മരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഉടനെ ഹെസക്കിയ ചെയ്യുന്ന കാര്യം ഇതാണ്. അതിന് 3-ാമത്തെ വാക്യം, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ചൈതന്യം വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്ന് രാത്രി നമ്മൾ മരിക്കുമെന്നൊരു വാർത്ത വന്നു, നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഓർക്കാം, കർത്താവേ, ഇത്രയും കാലം ഞാൻ ചെയ്ത നന്മ നീ ഓർക്കണമെന്ന് പറഞ്ഞു ഒറ്റ കരച്ചില്. അവസ്ഥ അങ്ങോട്ട് പറഞ്ഞു ഒറ്റ കരച്ചില്. എന്താ സംഭവിച്ചെന്നറിയാവോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അപ്പോൾ തന്നെ ഈ മരണവാർത്ത അറിയിച്ച ദൈവത്തിന്റെ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ തിരിച്ച് വീണ്ടും ഹെസക്കിയയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഹെസക്കിയ തൊട്ടടുത്തേക്ക് വീണ്ടും ചെന്ന് ഹെസക്കിയയുടെ അടുത്തേക്ക് പ്രവാചകൻ ചെന്നിട്ട് പറഞ്ഞു, ഇതാ നിന്റെ കരച്ചില്, നിന്റെ കണ്ണുനീര്, നിന്റെ അവസ്ഥ കണ്ട് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് എന്നെ ഞാൻ സുഖപ്പെടുത്താൻ പോകുന്നു, നീ മരിക്കുകയില്ല. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ എൽക്കാനയും ഭാര്യ ഹന്നയും, അവർക്ക് അനേക വർഷങ്ങളായിട്ട് വന്ധ്യയാണ്, അവർക്ക് മക്കളില്ല. ആ മക്കളില്ലാത്തതിന്റെ എല്ലാ സങ്കടവും അവളുടെ മനസ്സിലുണ്ട്. അപ്പൊ അനേകർ അവളെ കളിയാക്കുന്നുണ്ട്, കൂട്ടുകാരെ കളിയാക്കുന്നുണ്ട്, മറ്റ് സഹോദരങ്ങൾ കളിയാക്കുന്നുണ്ട്. ആകെ ഒരു സപ്പോർട്ടും കിട്ടാതെ വിഷമിച്ച് ഒരു ദിവസം ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നു. ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് അവൾ ചെയ്യുന്ന കാര്യം എന്തെന്നറിയാവോ? അവളുടെ ഹൃദയ വികാരങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അവസ്ഥ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ സാമുവേൽ എന്ന് പറയുന്ന വൃദ്ധ പുരോഹിതനിലൂടെ ഉണ്ടായി. അവൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം നൽകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ട് അങ്ങോട്ട് കൊടുത്തു. അത് അതുപോലെ സംഭവിക്കുകയും ചെയ്തു. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഹാഗാർ എന്ന് പറയുന്ന അബ്രാഹത്തിന്റെ വീട്ടിലെ ദാസി ആയിരുന്ന സഹോദരി, അവളെ അബ്രാഹാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവൾ സങ്കടത്തോടെ മരുഭൂമിയിലേക്ക് പോവുകയാണ്. മരുഭൂമിയിൽ ആരോടാണ് പറയാനുള്ളത്? ആരോടാണ് സഹായം ചോദിക്കാനുള്ളത്? ഒരു സഹായവും ഇല്ല. അങ്ങനെ തുകൽ സഞ്ചിയിൽ വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനെ ഒരു സൈഡിൽ കിടത്തിയിട്ട് അവള് ഒരു വാക്യം പറയുന്നുണ്ട്, കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. മരുഭൂമിയിൽ ആരോടാ പറയണത്? കുഞ്ഞിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ദൈവത്തോട് അവൾ ഹൃദയത്തിന്റെ അവസ്ഥ പറയാണ്, കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ സങ്കടത്തോടെ കരഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? കൊച്ചും കൂടി ഉറക്കെ കരഞ്ഞു. ഹല്ലേലൂയ.
കൊച്ചിന്റെ അവസ്ഥയും ദൈവസന്നിധിയിൽ കൊച്ചിനെന്താ സംസാരിക്കാൻ പറ്റില്ല, ഒന്നും പറയാം. കൊച്ചു ഉറക്കെ കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് ദൈവസന്നിധിയിൽ ഇടപെടലുണ്ടായി. കുഞ്ഞിന്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടു, അമ്മയുടെ കാര്യത്തിലും ദൈവം ഇടപെട്ടു. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. ഒരു സംഭവം കൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിലാണ്. ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് ദൈവത്തിന്റെ തിരുവചന സൂചന നൽകുന്നത്. യൂദാ രാജാവിനെ, യൂദാ സൈന്യത്തെ ആക്രമിക്കാൻ ജെറോബാവാം എന്ന് പറയുന്ന രാജാവ് മുമ്പിലും പുറകിലും സൈന്യത്തെ നിർത്തി. എന്ന് പറഞ്ഞാൽ ഈ യൂദാ സൈന്യം വിചാരിച്ചത് മുമ്പിൽ നിന്ന് മാത്രം സൈന്യമുള്ളെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നാൽ മറ്റേ രാജാവ് ചതിച്ച് പുറകിൽ നിന്ന് പതിയിരിപ്പ് സൈന്യത്തെ ഏർപ്പെടുത്തി. ഇത് യൂദാക്കാർക്ക് അറിഞ്ഞിട്ടില്ല. അവർ നോക്കുമ്പോൾ കാണുന്നത് മുമ്പിൽ സൈന്യത്തോട് യുദ്ധത്തിൽ പെരുകിക്കൊണ്ടിരിക്കും. പുറകിൽ നിന്ന് ഒരു സ്വരം കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കണം, പുറകിലും സൈന്യം, മുമ്പിലും സൈന്യം, പുറകിലും സൈന്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ചെയ്യുന്ന കാര്യം എന്നറിയാമോ? അവർ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്വർഗസ്വനായ നാഥനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. അവർ കാഹളമൂതി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, അവസ്ഥ പറഞ്ഞു. അപ്പോൾ തന്നെ ദൈവം അങ്ങോട്ട് ഇടപെട്ടു. മുമ്പിലത്തെ സൈന്യത്തെയും പുറകിലത്തെ സൈന്യത്തെയും ഒരേപോലെ പരാജയപ്പെടുത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. യൂദിത്തിന്റെ പുസ്തകത്തിൽ അതിന് 9-ാമത്തെ അധ്യായത്തിൽ യൂദിത്ത് ഹോലോഫർണസ് എന്ന് പറയുന്ന വ്യക്തിയെ തോൽപ്പിക്കാൻ, ഇസ്രായേൽ സൈന്യത്തെ തോൽപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന സമയത്ത് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് യൂദിത്തിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലാണ്. ദൈവമേ, എന്റെ ദൈവമേ, വിധവയായ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്നാണ് ഇതിനു മുമ്പ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തത്, ഇപ്പോഴുള്ള കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തത് അങ്ങ് തന്നെയാണെന്ന് പറഞ്ഞ ക്ഷണത്തിൽ ദൈവസന്നിധി വീണ്ടും ഉത്തരവുണ്ടായി. ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. സെഗിയോൺ ടീം ഒരു സ്ഥലത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട പട്ടായലച്ചൻ പറഞ്ഞ ഒരു സംഭവം ഞാൻ അവിടെ പറയുകയുണ്ട്. അതിതാണ്, ഈ ധ്യാന കേന്ദ്രത്തിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്ന ഒരു അമ്മച്ചി, ആ അമ്മച്ചിയുടെ ഒരു മകൻ അനേക വർഷങ്ങളായിട്ട് കുടുംബത്തിൽ പുറപ്പെട്ടു പോയിരുന്നു. അങ്ങനെ കുടുംബത്തെ പുറപ്പെട്ടു പോയിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ആ അമ്മച്ചിയോട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരങ്ങളെ, അനേക വർഷങ്ങൾ പുറപ്പെട്ടു വരുന്ന മകൻ തിരിച്ചു വന്നു. അങ്ങനെ അമ്മ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞു. ഈ ഒരു അനുഭവം ഞാൻ ആ ധ്യാനത്തിന്റെ നടുവിൽ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചു. ആ ധ്യാനത്തിനുണ്ടായിരുന്ന സഹോദരിയുടെ ആങ്ങള ഏകദേശം അനേക 10-20 വർഷത്തോളമായിട്ട് പുറപ്പെട്ടു പോയ ആങ്ങളെയാണ്. ഈ സഹോദരൻ അവിടെ നിന്ന് ചെയ്ത കാര്യം എന്നറിയാമോ? അവിടെ ഇരുന്നിട്ട് കരഞ്ഞ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, അങ്ങനെ അങ്ങ് പ്രവർത്തിച്ചല്ലോ, ഇങ്ങനെ അങ്ങ് പ്രവർത്തിച്ചല്ലോ, ഇതുപോലെ എല്ലാം പ്രവർത്തിച്ചല്ലോ. എന്റെ അവസ്ഥ ഞാൻ പറയുന്നത്, എന്റെ ആങ്ങളയുടെ കാര്യവും പറഞ്ഞ് സങ്കടത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് തുടർന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച അത്ഭുതം എന്താണ് സഹോദരങ്ങളെ? ഈ സഹോദരി ആങ്ങള ആ കുർബാനയിൽ സംബന്ധിക്കാൻ അതിന് പുറകിൽ വന്ന് കയറി. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. ഈ സഹോദരി അവിടെ ഉണ്ടെന്നുള്ളവർ അറിഞ്ഞിട്ടില്ല. സഹോദരൻ അവന്റെ പുറകെ വന്ന് കുർബാന കഴിഞ്ഞ് അടുത്ത പള്ളിയിൽ അച്ഛന്റെ അടുത്ത് ചെന്ന് കയറി. ആ അച്ഛനെ കണ്ട് സംസാരിച്ചപ്പോഴാണ് സഹോദരി ഇവിടെ ഉണ്ടെന്ന് അറിയണത്. പിറ്റേ ദിവസം തന്നെ ഈ സഹോദരി അടുക്കൽ വന്ന് കണ്ട് പ്രാർത്ഥിച്ചതിനെ കുറിച്ചുള്ള സഹോദരി പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്ന അച്ഛൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ. അവസ്ഥ ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുമ്പോൾ, ഏറ്റു പറയുമ്പോൾ, അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എല്ലാം ദൈവത്തോട് പറയണം. കുടുംബത്തിൽ കടബാധ്യത, തകർച്ച, രോഗം, സങ്കടം, നിങ്ങൾ മനസ്സിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്. മനസ്സിലുള്ളത് മുഴുവൻ കുറേ നേരം കൊണ്ട് പറയാൻ പോവുകയാണ്. ഞാൻ ഓർക്കേണ്ട ഈ വിനോദിച്ചൻ പറഞ്ഞപ്പോൾ ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു സ്ഥലത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടെലിവിഷൻ പ്രോഗ്രാം നടക്കുകയാണ്. ടെലിവിഷൻ പ്രോഗ്രാം നടത്തിക്കൊണ്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞെങ്ങനെയാണ്, അതായത് ചെവിക്ക് സുഖം കിട്ടി. ഒരു ചേട്ടത്തി 40 വർഷമായിട്ട് കാത് കേൾക്കാതെ ഒരു ചേട്ടത്തിക്ക് കേട്ടു. ആ കേട്ട കാര്യം ടെലിവിഷനിലൂടെ ഈ ചേട്ടത്തി വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് സാക്ഷ്യപ്പെടുത്തുന്നത് വീട്ടിൽ കളമശ്ശേരിയിൽ ഒരു വീട്ടിലിരുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കേട്ടു. അവന് 2 വർഷമായിട്ട് അവൻ്റെ ചെവി പഴുത്ത് പഞ്ഞി വെച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് സൗഖ്യപ്പെടുത്തിയ കാര്യം കേട്ടപ്പോൾ അവന് ഭയങ്കര പ്രതീക്ഷയായി. അവൻ ആ ആരാധനയുടെ നിമിത്തം പറഞ്ഞു, ആ 40 വർഷം കേൾക്കാത്ത ചേട്ടത്തിൻ്റെ ചെവി സുഖപ്പെടുത്തിയ കർത്താവേ, ഞാൻ അത് വിശ്വസിക്കുന്നു, എൻ്റെയും ചെവി സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് ആ കുട്ടി അത് ഏറ്റു പറഞ്ഞു. ദൈവം മുമ്പ് ചെയ്ത കാര്യം ഏറ്റു പറഞ്ഞിട്ട് അവൻ്റെ അവസ്ഥ പറഞ്ഞു, എനിക്ക് ചെവി കേൾക്കണില്ല, എന്നെയും സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പം മുമ്പ് ചെയ്ത അത്ഭുതത്തെ ഏറ്റു പറഞ്ഞിട്ട് സ്വന്തം അവസ്ഥ ഏറ്റു പറഞ്ഞ അവൻ്റെ പ്രാർത്ഥന അപ്പോഴേക്കപ്പോഴേ ദൈവം കേട്ടു. 2 വർഷമായിട്ട് അവൻ്റെ ചെവിക്കുണ്ടായിരുന്ന പഴുപ്പ് ആ ആരാധന, ആ അഭിഷേകാഗ്നി പ്രോഗ്രാം തീർന്നപ്പോൾ അവൻ്റെ ചെവിയും സുഖപ്പെട്ട്. അത്രയ്ക്കും പ്രകടമായി ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ മഹത്വവും ഏറ്റുപറയുക, സ്വന്തം ഹൃദയത്തിൻ്റെ അവസ്ഥകളെല്ലാം ഏറ്റുപറയുക,
എന്താണോ ഹൃദയത്തിൽ തളം കെട്ടി കിടക്കുന്നത് അത് ജലധാര പോലെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധി കോരി ഒഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം. അത് നിങ്ങൾ മനസ്സിൽ കൊണ്ട് പ്രാർത്ഥിച്ചാൽ പോരാ, വാ കൊണ്ട് പ്രാർത്ഥിക്കണം. വാ കൊണ്ട് അത് ഉറക്കെ പറയണം. അതിനാണ് സ്വരവും നാവും അതിലൊക്കെ കർത്താവ് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കടബാധ്യതയുള്ളവർ, രോഗമുള്ളവർ, മദ്യപാനമുള്ളവർ, എന്ത് ചെയ്തിട്ടും ഗതി പിടിക്കാത്തവരെല്ലാം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് വലിയ അത്ഭുതങ്ങൾ ഇതിനകത്ത് വർഷിക്കപ്പെടുന്ന സമയമാണ്. കരങ്ങളെ നന്നായി ഉയർത്തിപ്പിടിക്കാം. കുറെ നേരം സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ മനസ്സ് തുറന്ന് ഹൃദയം നുറുങ്ങി മഹത്വത്തിന്റെ കർത്താവേ, കൃപയുടെ കർത്താവേ, ജീവന്റെ ദൈവമേ, കാണണമേ കർത്താവേ, തകർന്ന ഹൃദയങ്ങളെ കാണണമേ, നിലവിളിക്കുന്ന മക്കളുടെ നിലവിളി കേൾക്കണമേ, തളക്കെട്ടി കിടക്കുന്ന കണ്ണുനീർ കാണണമേ, തലമുറകളായുള്ള അധപതനങ്ങൾ കാണണമേ, മദ്യപാനത്തിന്റെ ദുരന്തങ്ങൾ കാണണമേ, ദേശത്തിന്റെ വേദന അറിയണമേ, ജനപദങ്ങളുടെ കണ്ണുനീര് കാണണമേ. കുടുംബങ്ങൾ കരയുന്ന പാപത്തിൽ തകർന്ന ജീവിതങ്ങൾ കരയുന്ന കർത്താവേ, ഈ മധ്യാഹ്ന അനുഗ്രഹത്തിന്റെ മധ്യാഹ്നമാക്കണമേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ആത്മാക്കളെ അഴിച്ചുവിടുന്നു. ജീവനങ്ങളുടെ കെട്ടുകൾ അഴിച്ചു വിടുവിക്കുന്നു. സാമ്പത്തികമായി തകരുന്ന അവസ്ഥ അറിയണം. ഒരുപാട് കടങ്ങളുണ്ട് കർത്താവേ, ഒരുപാട് രോഗങ്ങളുണ്ട് കർത്താവേ, ഒരുപാട് വേദനകളുണ്ട് കർത്താവേ. മനസ്സ് തുറന്ന് പറയുക, ജലധാര പോലെ ഹൃദയം കോരി ചൊരിയുക. കർത്താവിന് കണ്ട് കരുണ തോന്നി ഇടപെടുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയം തുറക്കി കരയുക. സഹിക്കാൻ പറ്റാത്ത ഉപദ്രവങ്ങൾ കാണണമേ, മതബാധിത ആധിപത്യം കാണണമേ കർത്താവേ, കുടുംബ തകർച്ചകളെ കാണണമേ കർത്താവേ, തകർന്ന കുടുംബങ്ങളുടെ വേദന സമർപ്പിക്കുന്ന രോഗം തകർത്ത കുടുംബങ്ങളെ കാണണമേ, പകർച്ചവ്യാധികളോ തകർന്ന ജീവിതങ്ങളെ കാണണമേ, എല്ലാം തകർന്ന് നിലവിളിക്കുന്ന കർത്താവേ. ഉറക്കെ അവസ്ഥകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു.
കരങ്ങളടിച്ച് പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, സന്തോഷത്തോടെ വെള്ളത്തിനീതേ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉള്ളത്തിൽ നിന്നു വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകണമേ, ഉള്ളത്തിൽ നിന്നു വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകണമേ, ദാഹിക്കും ദേഹി കുളിരണിയണമേ, പാപിക്കും മോചനമേകണമേ, ദാഹിക്കും ദേഹി കുളിരണിയണമേ, പാപിക്കും മോചനമേകണമേ, സത്യരൂപിയാ നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, 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 സത്യരൂപിയാ നിത്യദൈവമേ, സത്യരൂപിയാ നിത്യദൈവമേ, അഭിഷേകത്തിന്റെ അഗ്നി, സത്യരൂപിയാ നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, സ്വർഗീയ ശക്തി, നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, 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 കത്തിപ്പടരണമിവിടെ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. കർത്താവേ, ക്ഷീണങ്ങൾ മാറട്ടെ കർത്താവേ. ഈ ദൈവമക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, കാലാകാലം ഉപദ്രവിക്കുന്ന നാരകീയ സേനകളെ യേശുവിന്റെ നാമത്തിൽ സാന്നിധ്യം ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തിന്മകൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പൈശാചികങ്ങൾ നീങ്ങി പോകട്ടെ. ഉപദ്രവങ്ങളും തിന്മയുടെ ആധിപത്യങ്ങളും എല്ലാ ബന്ധനങ്ങളും യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. ഈ ദൈവജനവും ഇവരുടെ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന. കർത്താവേ, ഈ കുടുംബങ്ങളിൽ ഏതെങ്കിലും കുടുംബങ്ങളിൽ വിവാഹം നടക്കാതെ വേദനിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, ഒത്തിരി കാലങ്ങളായി വിവാഹം നടക്കാതെ വേദനയോടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വിവാഹത്തിന്റെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. കർത്താവേ, ഒന്നാം പ്രമാണത്തിൽ എങ്ങനെ ഫലമായി ഈ കുടുംബങ്ങൾ ഏതെങ്കിലും കുടുംബങ്ങളിൽ പൈശാചികമായി ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റാതെ, ഹൃദയത്തിലെ വേദന ദൈവസന്നിധിയിൽ പറയാൻ പറ്റാതെ, ആത്മീയമായി ഉയരാൻ പറ്റാതെ, ദൈവാനുഭവം കിട്ടാതെ ഈ കുടുംബങ്ങൾ ഏതെങ്കിലും കുടുംബങ്ങളെ പിശാച് കെട്ടിയിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പൈശാചികയുടെ കെട്ടുകൾ അഴിച്ച് വിടുവിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവഹിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് കത്തിപ്പടരട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സത്യാരൂപിയേ, സത്യരൂപിയാ നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, സത്യരൂപിയാ നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, സത്യരൂപിയാ നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉള്ളത്തിൽ നിന്നു വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകണമേ, ഉള്ളത്തിൽ നിന്നു വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകണമേ, ഉള്ളത്തിൽ നിന്നു വന്നു നിറയണമേ,
സാധിക്കും ദേഹി കുളിരണിയണമേ പാപിക്കു മോചനമേകണമേ സത്യരൂപിയായ ദൈവമേ കത്തിപ്പടരണമിവിടെ സത്യരൂപിയായ ദൈവമേ ദൈവത്തിന്റെ ശക്തി ദൈവമേ സത്യരൂപിയായ ദൈവമേ സത്യരൂപിയായ ദൈവമേ കരങ്ങൾ ഉയർത്തി 2 തവണ. പന്തലിലുള്ള എല്ലാവരും ചേർന്ന് 2 പന്തലിലുള്ളവർ ചേർന്ന് ഉറക്കെ ഒന്നും കൂടെ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ അടുത്തൊരു വഴി, നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനുള്ള മറ്റൊരു വഴിയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം. 4-5 വാക്യങ്ങൾ. ഉൽപ്പത്തി 26, 4-5 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം. അബ്രാഹത്തിൻ്റെ കാലത്ത് ഒരുപാട് സമ്പത്ത് ദൈവം അബ്രാഹത്തിന് കൊടുത്ത്. ചില ആൾക്ക് ധാരണയുണ്ട് ദൈവത്തിനോട് അടുത്താൽ പിന്നെ പോക്കാണ്, കുരിശും രോഗവും പീഡയും മാത്രമേ ഉള്ളൂ. തെറ്റിദ്ധാരണയാണത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുപാട് സമ്പത്ത് തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരുപാട് സമ്പത്തിൻ്റെ ഒരു ഉടയനാണ്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്? ദൈവം എല്ലാ സമ്പത്തിൻ്റെയും അധിപതിയാണ്. സംശയമുണ്ടോ? ഇല്ലേ? അതുകൊണ്ട് ദൈവത്തിൻ്റെ പേര് സർവാധിപതിയായ കർത്താവ് എന്നാണ്. അതാണ് റോമ 9:5 നമ്മൾ വായിക്കുന്നത്. സർവാധിപതിയായ കർത്താവ്. തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മുകളിൽ വേറൊരാളില്ല. അപ്പോൾ ഈ മുഴുവൻ സമ്പത്തും ആരുടെയാ? മുഴുവൻ സമ്പത്തും ആരുടെയാ? ദൈവത്തിൻ്റേത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം എല്ലാ സമ്പത്തിൻ്റെയും ഉടയവൻ, വലിയൊരു ചക്രവർത്തി, നമ്മുടെ അപ്പൻ. അങ്ങനെ നമ്മൾ ആരായിരിക്കും? ദൈവത്തിൻ്റെ, നമ്മളുടെ പേരെന്താ പറയുക? നമ്മളുടെ പൊസിഷൻ എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ. ദൈവം സമ്പത്ത് വലിയ അപ്പൻ, ദൈവം വലിയ സമ്പന്നൻ. മക്കൾ ദൈവങ്ങളോ? കീറപാത്രം കീറച്ചട്ടിയും പിടിച്ച്, കീറ തുണി കൊടുത്ത് പിച്ചച്ചട്ടിയും പിടിച്ച് നടക്കണതാണ് അപ്പൻ്റെ സന്തോഷം? പറ. നോ 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 നോ, അങ്ങനെ ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മളും ദൈവങ്ങൾ തന്നെയാണ്. അതാണ് സങ്കീർത്തനം 82:6. സങ്കീർത്തനം 82:6 പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾ ദൈവങ്ങളാണെന്നും അത്യുന്നതൻ്റെ പുത്രന്മാരാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ സങ്കീർത്തനം, അപ്പോൾ ഇത് മനസ്സിലായ ഉടനെ ഞാൻ എന്ത് ചെയ്ത്? ഞാൻ എൻ്റെ പേരങ്ങൾ മാറ്റി. എൻ്റെ പേര് സേവ്യർ എന്നുള്ളത് ഞാൻ എന്താക്കി മാറ്റി? സേവ്യർ ഖാൻ എന്നാക്കി മാറ്റി. ഖാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലർ വിചാരിക്കേണ്ട അത് വല്ല മുസ്ലിമാ, അല്ല നോർത്ത് ഇന്ത്യനാ. ഞാൻ അമേരിക്ക ചെന്നപ്പോൾ അവിടെ മൊത്തം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് പ്രചരിച്ചിട്ടുണ്ട് മുസ്ലിം മതം മാറി വന്നിരിക്കുകയാണെന്ന്. ഒരു നല്ലൊരു കിംവദന്തി അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിന്നെ മാറ്റാൻ പോയില്ല. അതുകൊണ്ട് നിങ്ങളോടുള്ള കാര്യം തുറന്നു പറയാം. പ്രൈസ് ദി ലോർഡ്. ഖാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഖില ലോക ചക്രവർത്തി എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ശരിക്കും എല്ലാ ചക്രവർത്തിമാരുടെയും ചക്രവർത്തി ആരാണ്? ദൈവം, അപ്പൻ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൻ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ ചക്രവർത്തിമാരുടെയും ചക്രവർത്തിയാണ്. അങ്ങനെയെങ്കിൽ മക്കളായ നമ്മൾ മക്കൾ ദൈവങ്ങൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ പേര് മക്കൾ ദൈവം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൻ ദൈവം എല്ലാത്തിൻ്റെയും വലിയ ചക്രവർത്തി. അങ്ങനെ മക്കൾ ദൈവങ്ങളാ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, മൈ ഫാദർ ഈസ് എ ഗ്രേറ്റ് എംപറർ ആൻഡ് ഐ ആം ദ പ്രിൻസ് ഇൻ മൈ ഫാദേഴ്സ് കിങ്ഡം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ ഞാനൊരു ചക്രവർത്തി കുമാരനാണെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അത് സൂക്ഷിച്ച് ഇടപെടണം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ആ ക്രിസ്ത്യാനിയുടെ പൊസിഷനാണ് ചക്രവർത്തി കുമാരൻ, ചക്രവർത്തി കുമാരി. ഇത് കിട്ടിയ ഉടനെ നമ്മൾ എന്ത് ഏറ്റു പറയണം?
ദൈവമേ, അങ്ങ് അപ്പൻ ദൈവം, അങ്ങ് വലിയ ദൈവം, വലിയ ശക്തൻ, ഞങ്ങൾ മക്കൾ ദൈവങ്ങൾ, ഞങ്ങളും കുറച്ചൊക്കെ അങ്ങയുടെ. അപ്പോൾ അത് ദൈവത്തിന് സന്തോഷമാണ്. അങ്ങനെ നമ്മൾ പറയണത്, നമ്മുടെ അവസ്ഥ ഏറ്റു പറയുന്നത് ദൈവത്തിന് സന്തോഷമാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നത് മാത്രമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്, നമ്മുടെ അവസ്ഥ എന്താണോ അത് ഏറ്റു പറയണം. നല്ല അവസ്ഥയാണെങ്കിൽ അത് ഏറ്റു പറയണം. അപ്പൻ ദൈവമേ, ഞങ്ങളെ മക്കളെ ദൈവങ്ങളാക്കിയതിനോട് നന്ദി പറയണം, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയണത്. അപ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷമാവും അത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നിങ്ങൾക്ക് ഒരു 5-6 മുറിയുള്ള വീടുണ്ടെങ്കിൽ അത് ഏറ്റു പറയണം. ദൈവമേ, അങ്ങ് 5-6 മുറിയുള്ള വീട് തന്ന് നന്ദി പറയണം. ഇനി 8-10 മക്കൾ ജനിക്കാനുണ്ട്, അതുകൊണ്ട് അതിന് പറ്റിയ വലിയ മുറിയുള്ള വീടുകൾ തരണമെന്ന് പറയണം. അപ്പം ഇപ്പോൾ ഉള്ളതിനെ ഏറ്റു പറഞ്ഞാൽ ദൈവത്തിന് ഭയങ്കര ഇഷ്ടം, പിന്നെയും കൊടുക്കും, പിന്നെ എന്ത് ചോദിച്ചാലും കൊടുക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു 10 ഏക്കർ ഭൂമിയാണെങ്കിൽ സന്തോഷത്തോടെ ഏറ്റു പറയണം, എനിക്ക് 10 ഏക്കർ ഭൂമിയുണ്ട്, നല്ല ഭൂമിയാണ്, എങ്ങനെയാണ്ട് 10 കോടി കിട്ടുമെന്ന് തോന്നണേ, 25 ഏക്കർ അപ്പുറത്ത് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആർക്കും വേണ്ടാത്തതാണ്, ഞാൻ നോക്കിക്കോളാം, ദൈവം തരും. ഹല്ലേലൂയ. ഇപ്പം തന്നതിന് അവർക്ക് സന്തോഷമുള്ളത് ഏറ്റു പറയുന്നവർക്ക് ധാരാളം ദൈവം കൊടുത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ.